കാർമേൽ CMI ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ കാർമൽ കോളേജ് വളരെ വലിയ ക്യാമ്പസാണ്. വളരെ മനോഹരമായ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ വലിയൊരു ക്യാമ്പസാണിത്. ഇതൊരു ചാപ്പലാണെന്നാണ് തോന്നുന്നത്. തൊട്ടടുത്ത പുരയിടത്തിലായി കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പുന്നപ്പറയുടെ മനോഹാരിത കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെയും NH-66 പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അതിവേഗമാണ് NH-66 പണി പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത്. വളരെ മനോഹരമായി ചെയ്യുന്നൊരു വർക്കാണിത്. ഈ റോഡ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾക്ക് ഗുണമാകും. ഹ്യുണ്ടായിയുടെ സർവീസ് സെൻ്ററും വിപണന കേന്ദ്രവുമാണ് നമ്മൾ കണ്ടത്. ഇവിടെയൊക്കെ പൊളിച്ചു മാറ്റിയ വീടുകളുടെ അവശിഷ്ടങ്ങൾ കാണാം. റോഡ് വികസനത്തിന് വേണ്ടി പൊളിച്ചു മാറ്റിയ സ്ഥലങ്ങളാണ് കാണുന്നത്. വീടുകളൊക്കെ നിന്ന സ്ഥലങ്ങളൊക്കെയാണ്. വീടും കടയും പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ പൊളിച്ചു മാറ്റിയെടുത്ത് വീണ്ടും കട പണിഞ്ഞതാണ് അവിടെ കാണുന്നത്. വീടും കടയും പൊളിച്ചു മാറ്റിയെടുത്തൊക്കെ നല്ല മനോഹരമായ പുതിയ കടകൾ വന്നു. അവർക്കൊക്കെ നല്ല പാരിതോഷികം കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. നഷ്ടപരിഹാരം ഒരാൾക്ക് പോലും കിട്ടാനില്ലെന്നാണ് അറിവ്. ഇതിനരികത്തായി താമസിക്കുന്നവർ പറഞ്ഞത് അവർക്കെല്ലാം നല്ലൊരു വീതം കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരമായി കൊടുത്തു എന്നാണ്. ഇപ്പോൾ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡാണ് കാണുന്നത്. ഇതൊരു ഓട്ടോ സ്റ്റാൻഡാണ്. നമ്മൾ പറവൂർ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. പറവൂർ ജംഗ്ഷനിൽ ഓട്ടോ സ്റ്റാൻഡാണ് അവിടെ കണ്ടത്. പറവൂർ ജംഗ്ഷനാണ് ഗോവിന്ദ ആയുർവേദ ഫാർമസി സെൻ്റർ നിലനിൽക്കുന്നത്. ഇപ്പോൾ സമയം 6:30 പഴയ കാലത്തൊരു വീടാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത്. ആ വീടിന് ഏതാണ്ട് 140 വർഷത്തിൽ അധികം പഴക്കമുണ്ട്. വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന ജനങ്ങളാണ് അവിടെ കണ്ടത്. പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്. അതിന് തൊട്ടടുത്തായി റിലയൻസിൻ്റെ മാളുണ്ട്.
കിലോമീറ്റർ. ഇവിടെ നിന്ന് റോഡ് രണ്ടായി തിരിയുകയാണ്. നേരെ പോയാൽ ഓവർ ബ്രിഡ്ജ് വഴി നേരെ പോകാൻ സാധിക്കും. അതിന് പകരം വണ്ടി തിരിഞ്ഞാണ് പോകുന്നത്. ഇതുവഴി പോയാലേ ആലപ്പുഴ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ഈ വണ്ടി കയറാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കളർകോടാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കളർകോട് എന്ന സ്ഥലത്ത്, ആലപ്പുഴ ജില്ലയിലെ കളർകോട് എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത്. അവിടെ KFCയുടെ ഒരു ചിക്കൻ സെൻറ്റർ കാണാം. സ്വിഗ്ഗിയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ കാണാൻ സാധിക്കുന്നുണ്ട്. അടങ്ങി കിടക്കുന്ന ഒരുപാട് കടകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം കടകളൊക്കെ അടങ്ങി കിടക്കുന്നത്. തൊട്ടടുത്തായി ലോകത്തെ മഹാന്മാരിൽ മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമയുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ മഹത് വാക്യത്തിൻ്റെ ഉടമസ്ഥനായ ശ്രീനാരായണ ഗുരുവിനെയാണ് നമ്മളിവിടെ കണ്ടത്. തൊട്ടടുത്തായി യൂണിവേഴ്സിറ്റി ഓഫ് കേരള പഠന ഗവേഷണ കേന്ദ്രമാണ് കാണുന്നത്. വീണ്ടും ഒരു മസ്ജിദ്. ഇതാണ് രക്തസാക്ഷി മണ്ഡപമാണ് ഈ കാണുന്നത്. CPIയുടേതാണത്.